ഇന്നത്തെ ബജറ്റിനെ ഞാൻ വിളിക്കുന്നത് ഇതൊരു കോൾഡ് ബജറ്റാണ്, ഒരു തണുത്ത ബജറ്റ്. പ്രധാനമന്ത്രി പറഞ്ഞത് ഐതിഹാസിക ബഡ്ജറ്റ് എന്നാണ്. രാജ്യത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ഒരു ഔട്ട്ലൈൻ കൊടുക്കുക എന്നുള്ളതാണ് ബഡ്ജറ്റ്. ഇന്ന് ഞായറാഴ്ചയായിട്ടും തുറന്നു വെച്ച നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ അതിഭയങ്കര നിരാശയാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ റെയർ എർത്ത് ഉള്ള തിരുവിതാംകൂറിന് ഒറ്റയ്ക്ക് വേണമെങ്കിൽ ലോകത്ത് നിൽക്കാൻ പറ്റും. എയിംസ് കിട്ടാത്തത് എന്തായാലും വളരെ ഒരു കഷ്ടം തന്നെയാണ്. അല്ല, നമുക്കിപ്പോൾ കേരളത്തിലെ ആരോഗ്യവും അവരേറ്റവും വലിയൊരു സംഭാവനയാണ് അമൃത യൂണിവേഴ്സിറ്റി ചെയ്തിട്ടുള്ളത്. നമസ്കാരം. 1 മണിക്കൂർ 26 മിനിറ്റ് നീണ്ടുനിന്ന ധനമന്ത്രി നിർമ്മല സീതാരാമൻ്റെ ബഡ്ജറ്റ് അവതരണം സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തി തന്ത്രപ്രധാന മേഖലകളിലൂടെ വികസനത്തിലൂന്നിയുള്ള ബഡ്ജറ്റായിരിക്കുമെന്ന് തോന്നിപ്പോകുന്ന വിധത്തിൽ അവതരണം ആരംഭിച്ചു. പക്ഷേ അവതരണം പകുതി പിന്നിട്ടപ്പോൾ എത്തിച്ചേരേണ്ട ചിലയിടങ്ങളിലേക്ക് ധനമന്ത്രിയുടെ ശ്രദ്ധ പതിക്കുന്നില്ലേ എന്ന് സംശയിച്ചും പോയി. എല്ലാ ബഡ്ജറ്റും പോലെ ഈ ബഡ്ജറ്റിനെക്കുറിച്ചും അനുകൂല പ്രതികൂല സമ്മിശ്ര അഭിപ്രായങ്ങളും വന്നുകൊണ്ടേയിരിക്കുകയാണ്. ബഡ്ജറ്റ് വിലയിരുത്താൻ എനിക്കൊപ്പം ഈ സമയം മുൻ പ്ലാനിംഗ് ബോർഡ് അംഗം ശ്രീ CP ജോൺ, BJP വക്താവ് JR പത്മകുമാർ എന്നിവർ ചേരുകയാണ്. അതിഥികൾക്ക് സ്വാഗതം. ശ്രീ CP ജോൺ, ഈ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച 9ാമത്തെ ബഡ്ജറ്റാണ് ഇന്നത്തേത്. വികസനത്തിലൂന്നിയുള്ള ഒരു ബഡ്ജറ്റായി തോന്നിയോ ഇതിനെ? കേരളം മുന്നോട്ട് വെച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനെ പരിഗണിച്ചില്ല, അവഗണിച്ചു എന്നൊക്കെ വരുന്നുണ്ട്. ഞാൻ അതൊന്നുമല്ല ഉദ്ദേശിച്ചത്, അതിലേക്കൊക്കെ നമുക്ക് വരാം. പൊതുവെ ഒരു വിലയിരുത്തൽ അത് എങ്ങനെയാണ്? പറയാൻ കാര്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുമ്പ് പറയുന്നത് കേട്ടു, അതൊരു ഐതിഹാസിക ബഡ്ജറ്റാണെന്ന്. എന്തു തോന്നി? വാസ്തവത്തിൽ നിർമ്മല സീതാരാമനോട് ഒരു വ്യക്തി എന്നുള്ള എനിക്ക് വലിയ റെസ്പെക്റ്റാണ് എനിക്കുള്ളത്. കോവിഡ് കാലത്ത് അവർ നടത്തിയിട്ടുള്ള സ്പെഷ്യൽ ബഡ്ജറ്റുകൾ, പാക്കേജുകൾ, ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാനായിട്ടുള്ള പ്രത്യേകരമായിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ ഇട്ടിരുന്നല്ലോ. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല, വിജയിച്ചോ ഇല്ലേ എന്നുള്ളതല്ല. വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ധനമന്ത്രി എന്ന രീതിയാണ്. പക്ഷെ ഞാൻ അവരുടെ ഇന്നത്തെ ബജറ്റിനെ ഞാൻ വിളിക്കുന്നത് ഇതൊരു കോൾഡ് ബജറ്റാണ്, ഒരു തണുത്ത ബജറ്റ്. ആ തണുപ്പിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ നോക്കേണ്ടി വരും. ഒന്നാമതായിട്ട് ഞാൻ നോക്കിയത്, ഈ ബജറ്റ് ഇന്ത്യയുടെ ബജറ്റാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം വരുന്ന ആദ്യത്തെ ബജറ്റും കൂടിയാണ്. അപ്പോൾ ഇത് നോക്കുന്നത് ആരാ? ചൈന, അമേരിക്ക, റഷ്യ, അല്ലെങ്കിൽ ബ്രിട്ടൻ, ജപ്പാൻ, അങ്ങനത്തെ രാജ്യങ്ങളാണ് നോക്കുന്നത്. അല്ലാതെ ഇപ്പോൾ പലരും പറയുന്ന പോലെ ഇത് കേരളത്തിന് എന്ത് കിട്ടിയെന്ന് നോക്കാനുള്ളൊരു ബജറ്റ് മാത്രമല്ല, അത് നോക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ലോകരാഷ്ട്രങ്ങളാകെ ഉറ്റുനോക്കുന്ന ഒരു ബജറ്റ് എന്ന രീതിയിൽ, ഒരു വികസ്വര രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വികസ്വര രാജ്യത്തിൻ്റെ ബജറ്റ് എന്ന രീതിയിൽ ലോക സാമ്പത്തിക ചുറ്റുപാടുകളിൽ സംഭവിച്ചിട്ടുള്ള അതിഗുരുതരമായ പ്രതിസന്ധികളെ അഡ്രസ്സ് ചെയ്യാൻ പോലും, ഒരു ഭംഗിവാക്കിൽ പോലും രേഖപ്പെടുത്താൻ ഈ ബജറ്റ് തയ്യാറായില്ല. ഇപ്പോൾ കോവിഡ് കാലത്ത് കോവിഡ് പറഞ്ഞുകൊണ്ടാണ് ബജറ്റ് തുടങ്ങുക. വാസ്തവത്തിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്ന് ആദ്യത്തെ ബജറ്റ് അല്ലെങ്കിൽ പോലും അതിൻ്റെ ആഘാതം ഉണ്ടായതിനു ശേഷമുള്ള ആദ്യത്തെ ബജറ്റാണിത്. അമേരിക്കയിൽ നിന്നും നമ്മുടെ ആളുകളെ കയ്യാമം വെച്ച് കൊണ്ടുവന്നതിരിക്കട്ടെ, ജോലി നഷ്ടപ്പെട്ടത്, അവിടെയുള്ള നമുക്ക് ടാരിഫ് അടിച്ചേൽപ്പിച്ചത്, ഏതാണ്ട് ഹോട്ടലിൽ വിലവിവര പട്ടിക വയ്ക്കുന്ന പോലെയാണ് ട്രംപ് ഈ ടാരിഫ് പട്ടിക ഇങ്ങനെ ഉയർത്തി കാണിച്ചുകൊണ്ടൊക്കെ വളരെ അപഹാസ്യമായ രീതിയിൽ ചെയ്തത്. മാത്രമല്ല, വെനിൻസുല എന്ന് പറയുന്ന ഒരു രാജ്യം ഒരു ചെറിയ സമ്പന്നമായ രാജ്യമായിരുന്നൊരു കാലഘട്ടത്തിൽ, ഓയിൽ റിച്ച് ആയിട്ടുള്ള രാജ്യമാണ്. അവിടുത്തെ ഭരണാധികാരിയെ അവിടെ പോയിട്ട് പിടിച്ചു കൊണ്ടുവന്ന് അമേരിക്കൻ ജയിലിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ തത്വങ്ങളെയും കാറ്റിൽ പറത്തി. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇന്ത്യ എന്ത് പറയുന്നുവെന്നാണ് ലോകം ഉറ്റുനോക്കിയത്. നമുക്ക് അവിടെ ഒന്നും കാണാൻ കഴിയുന്നില്ല. തികഞ്ഞ നിസ്സംഗതയും ശൂന്യതയും. പിന്നെ എങ്ങനെയാണ് പ്രധാനമന്ത്രി ഇതിനെ ഐതിഹാസികമെന്ന് വിളിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ഒരു ഭാഗം. 2, ഇതിൻ്റെ ഭാഗമായി ടാരിഫ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി ഉണ്ടായിട്ടുള്ള വലിയ ആഘാതം നമ്മുടെ നാട്ടിലുണ്ടായി. അപ്പോൾ കോവിഡ് ഒരു രോഗമായിരുന്നുവെങ്കിൽ ഇത് വലിയൊരു സാമ്പത്തിക രോഗമാണ്. ഈ സാമ്പത്തിക രോഗത്തെ സാധാരണ നമ്മുടെ ചെമ്മീൻ തൊണ്ട് പൊളിക്കുന്ന തൊഴിലാളി മുതൽ എല്ലാവരും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മുതലാളിമാർ വരെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, വ്യവസായികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കുള്ള ഒരു പാക്കേജ് അല്ലെങ്കിൽ അവർക്കുള്ള ഒരു നിർദ്ദേശങ്ങൾ അവരുടെ കൂടെ ഗവൺമെൻറ് ഉണ്ട് എന്ന ഒരു പ്രഖ്യാപനം അത് അർഹിക്കുന്ന തരത്തിലുണ്ടായി എന്ന് ഞാൻ കരുതുന്നില്ല. ചില ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടില്ല എന്നല്ല, പക്ഷേ അതിനെ അഡ്രസ്സ് ചെയ്തില്ല. അത് അഡ്രസ്സ് ചെയ്യാൻ എന്താണ് ഭയം? അപ്പോൾ അങ്ങനെ എതിർത്താൽ അത് ട്രംപിന് വിരോധമാകുമെന്നുള്ളതുകൊണ്ടാണോ? അല്ലെങ്കിൽ റഷ്യയിൽ നിന്നുള്ള ഓയിൽ വാങ്ങിക്കൽ ഈ ബജറ്റിൽ പറയേണ്ട കാര്യമായിരുന്നു. ഓയിലാണല്ലോ നമ്മുടെ ധനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട
ഒരു ഭാരം എന്ന് പറയുന്നത് ഓയിൽ പർച്ചേസാണ്. ആ ഓയിൽ പർച്ചേസ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഒരക്ഷരം ഓയിൽ എന്നുള്ള വാക്ക് പോലും ഈ ബജറ്റിൽ ഉണ്ടായിട്ടില്ല. ഇതൊരു ഭാഗത്ത്. മറുഭാഗത്ത് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റി, അതിൻ്റെ ഘടന മാറ്റി, അത് 60-40 സെൻട്രൽ സ്റ്റേറ്റ് ആക്കി. ഇതിനെക്കുറിച്ച് ഒരു ഖണ്ഡിക പോലും ഞാൻ ഈ ബജറ്റ് പ്രസംഗത്തിൽ കേട്ടില്ല. അത് വളരെ നിരാശാജനകമായൊരു കാര്യമാണ്. അതേപോലെ ഷെഡ്യൂൾ ട്രൈബിനെ കുറിച്ചുള്ള ഭാഗങ്ങളിൽ പൂർണ്ണമായ എന്ന് തന്നെ പറയാവുന്ന ഒരു പരാമർശമുണ്ട് എന്നല്ലാതെ ഒരു മൗനമാണ് നമ്മളവിടെ കണ്ടത്. രണ്ടാമതായിട്ട് ഫിസ്ക്കൽ സിറ്റുവേഷനാണ്. ഫിസ്ക്കൽ സിറ്റുവേഷനിൽ ഇപ്പോൾ ഡെറ്റ് ടു GDP റേഷ്യോ 56.1 നിന്ന് 55% കുറഞ്ഞു. 1% കുറഞ്ഞു. എന്നാലും 55% ആണ് എന്നൊരു വലിയ യാഥാർത്ഥ്യമാണ്. ഇവിടെ നമുക്ക് 30% താങ്ങാനാവുന്നില്ല, 40% താങ്ങാനാവുന്നില്ല, 25% ആണ് ഒരു നല്ല ഒരു അന്തരീക്ഷം എന്നൊക്കെയാണ് വെപ്പ് ഡെറ്റും GDP തമ്മിലുള്ള റേഷ്യോ. അതേപോലെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് 4.5 നിന്ന് 4.4 ചുരുങ്ങി എന്നതിനെ വളരെയധികം കാര്യമായിട്ട് നിർമ്മലാ സീതാരാമൻ പറയുമ്പോൾ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന GDPയുടെ 3% നിർത്തണം എന്ന് പറയുകയാണ്. മനസ്സിലായി? അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് വിഷമങ്ങൾ നമ്മുടെ ധനമന്ത്രിയുടെ ഭാഷയിൽ ഉണ്ടായിരുന്നു എന്ന് കാണാതിരിക്കാൻ സാധ്യമല്ല. ശരി. ശ്രീ JR പത്മകുമാർ, അങ്ങനൊരു തണുത്ത ബഡ്ജറ്റാണോ നമ്മൾ 1 മണിക്കൂർ 26 മിനിറ്റ് കണ്ടിരുന്നത്? പ്രധാനമന്ത്രി പറഞ്ഞത് ഐതിഹാസിക ബഡ്ജറ്റ് എന്നാണ്. അങ്ങനെ പറയുമ്പോൾ അതിൽ എടുത്തു പറയാവുന്ന എന്തെല്ലാം ഘടകങ്ങളാണ്? താങ്കൾക്ക് തോന്നുന്നത് ഏതാണ്? അല്ല, പ്രധാനമന്ത്രി പറഞ്ഞ കാര്യം അക്ഷരപ്രതി ശരിയാണ്. നമ്മുടെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ട് അവർ നോക്കുന്നത് നമ്മുടെ ഗ്രോത്ത്, എക്കണോമിക് ഗ്രോത്ത്, അതുപോലെ തന്നെ പബ്ലിക് പാർട്ടിസിപ്പേഷൻ, അതുപോലെ ഡെവലപ്മെൻറ്റ് ഫോർ ആൾ, എല്ലാവർക്കും ഡെവലപ്മെൻറ്റ് എത്തിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് ഒരു പോപ്പുലിസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് മാത്രമല്ല, അങ്ങനെ ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ എക്കോണമിയെ കൊണ്ടുപോകാൻ കഴിയില്ല. രാഷ്ട്രീയം താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കോ അല്ലെങ്കിൽ താല്പര്യമുള്ള സ്ഥലങ്ങൾക്കോ കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, നമ്മളുമായി എതിർത്ത് നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുമായി ബന്ധമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് വികസനം എത്തിക്കാതിരിക്കുക എന്നുള്ളൊരു നയം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. വികസനം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ ഫോക്കസ് എക്കണോമിക്സ് ഗ്രോത്തിലായിരിക്കണം, അതേ വളർച്ചയിലായിരിക്കണം. അതുപോലെ തന്നെ എല്ലാവരെയും പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണം. ആ കാര്യങ്ങൾ ഇങ്ങനെ ആ ഒരു 3 ഡയമെൻഷനിൽ നമ്മൾ ഈ ബഡ്ജറ്റിനെ വിലയിരുത്തി നോക്കിയാൽ വളരെ ശക്തമായൊരു ബഡ്ജറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ഇപ്പോൾ ഇവിടെ ബഹുമാന്യ സി പി ജോൺ സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ നയപ്രഖ്യാപനത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. പാർട്ടി ഗവൺമെൻറ്റിൻ്റെ നയം എന്തായിരിക്കണം, വിദേശ പോളിസി എന്തായിരിക്കണം, മറ്റ് കാര്യങ്ങൾ ഏതിലൊക്കെയാണ് ഫോക്കസ് കൊടുക്കുന്നത്. ഇത് ബഡ്ജറ്റിനെ സംബന്ധിച്ച് മുമ്പൊരു കീഴ്വഴക്കം നമ്മൾ ഉണ്ടായിരുന്നതിലൊരു മാറ്റമാണ്. നേരത്തെ ഉണ്ടായിരുന്നത് A തൊട്ട് Z വരെയുള്ള കാര്യങ്ങൾ ബഡ്ജറ്റിലെ ഒരു എല്ലാ ചെലവും വരവും എല്ലാ കാര്യങ്ങളും നമ്മൾ പുതുതായി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാം ബഡ്ജറ്റിനകത്ത് ഉൾപ്പെടുത്തുക, പ്രഖ്യാപിക്കുക, പിന്നെ ഇതൊന്നും നടപ്പിലാക്കാതിരിക്കുക. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ 2005 കാലഘട്ടത്തിൽ റെയിൽവേ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ പോലും ഇന്ന് പോലും നടപ്പിലാക്കാതെ ലാപ്സായി പോയിട്ടുള്ള എത്രയോ പ്രഖ്യാപനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രഖ്യാപനങ്ങൾ കൊണ്ട് ജനങ്ങളെ കണ്ണിൽ പൊടിയിടുക എന്നുള്ളതല്ല, മറിച്ച് ചെയ്യാൻ നമ്മുടെ ഒരു മൊത്തത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന സാമ്പത്തിക വികസനം അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ഒരു ഔട്ട്ലൈൻ കൊടുക്കുക എന്നുള്ളതാണ് ബഡ്ജറ്റ്. അതിനുശേഷം അതിന് ഉപയുക്തമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കി നമ്മുടെ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കി, ലോകരാഷ്ട്രങ്ങളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ രാജ്യത്തെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഒരു ഏറ്റവും നല്ല ഒരു ഗവൺമെൻറ്റിൻ്റെ നല്ലൊരു എക്കണോമിക് മാനേജ്മെൻറ്റ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ കഴിവ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി. ശ്രീ CP ജോൺ, ആദായനികുതി ഘടനയിൽ മാറ്റങ്ങളില്ല, പക്ഷേ ചില നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. നികുതി നിയമത്തിൽ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നു. അതെങ്ങനെ കാണാം? ആദായ നികുതിയുടെ കാര്യത്തിൽ പേഴ്സണൽ ഇൻകം ടാക്സിൻ്റെ യാതൊരു തരത്തിലുള്ള മാറ്റവും വരുത്തിയിട്ടില്ല. കാരണം ഇതിപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ 2ാമത്തെ വർഷമായതുകൊണ്ട്
ഇലക്ഷനുകൾ സംസ്ഥാനങ്ങളിലാണ് നടക്കുന്നത്, കേന്ദ്രത്തിൽ ഇലക്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യണ്ട എന്ന് വിചാരിച്ചതാകാം. അതല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ആരോഗ്യം ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനില്ല. കാരണം ഇന്ന് ഐ ടി സെക്ടറിൽ ഇൻകം ടാക്സിൽ ഒരു പൈസ റിഡക്ഷൻ കൊടുത്ത് ഈ ഒരു വർഷം വളരെ താഴത്തേക്ക് പോകണ്ട എന്ന ഒരു താല്പര്യമായിരിക്കാം. അതേപോലെ ഇൻഡയറക്റ്റ് ടാക്സിൽ കുറേ മാറ്റങ്ങൾ വരുത്തി. ഇപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ക്യാൻസറിൻ്റെ മരുന്നിൻ്റെ വില കുറച്ചിട്ടുണ്ട്. അതൊരു 17 മരുന്നുകളുടെ വില കുറഞ്ഞു. വേറെയും ചില അപൂർവ രോഗങ്ങളുടെ മരുന്നിന് വില കുറഞ്ഞു. അത് നല്ലൊരു കാര്യമാണ്. അതൊരു ഇൻഡയറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്ന വലിയൊരു ബെനിഫിറ്റാണ് രോഗികളെ സംബന്ധിച്ച്. അതേപോലെ തന്നെ ടാക്സേഷൻ്റെ കാര്യത്തിൽ ജനങ്ങളെ ആകെ വളരെ തരത്തിൽ ബാധിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അത് കൂടുതൽ ആഴത്തിൽ നമ്മളത് ടാക്സ് പ്രപ്പോസൽസിനെ കുറിച്ച് മാത്രം എന്താ പറയുക, അതിൻ്റെ ബില്ല്, ഫിനാൻസ് ബില്ല് നോക്കിയാൽ മാത്രമേ നമുക്കതിൻ്റെ ഇൻട്രിക്കസീസ് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആ ഭാഗത്തേക്ക് ഞാൻ അധികം കടന്നു പോകുന്നില്ല. പക്ഷേ 2 കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നത്, ഫാർമ ഇൻഡസ്ട്രിയുടെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഒരു 10,000 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. മാത്രമല്ല നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയത് ഈ ഡ്രഗ്സ് കൺട്രോളർ എന്നാണ് ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു ചെറിയ ഡിപ്പാർട്ട്മെൻറ്റാണ്, പക്ഷെ അത് ചെയ്യുന്നത് വലിയൊരു ജോലിയാണ്. ഈ ഡ്രഗ്സ് കൺട്രോളർ ആണല്ലോ നമ്മൾ കഴിക്കുന്ന ഓരോ മരുന്നിൻ്റെയും ഗുണനിലവാരം പരിശോധിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്കും ഡ്രഗ്സ് കൺട്രോളുണ്ട്, സ്റ്റേറ്റിനുമുണ്ട്. കഷ്ടകാലത്തിന് കുറേ കാലമായിട്ട് ഈ ഡ്രഗ്സ് കൺട്രോൾ നമ്മൾ വളരെ അയഞ്ഞ് പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇപ്പോൾ അത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ഡ്രഗ്സ് കൺട്രോളർ എന്നുള്ള നാഷണൽ ഡ്രഗ്സ് കൺട്രോളറെ കൊണ്ടുവരികയും ഒരു വിദേശ മാർക്കറ്റിലടക്കം കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രഗ്സ് ഉണ്ടാക്കുന്ന ഒരു പുതിയ ഇപ്പോഴും ഉണ്ട്, ഇല്ല എന്നല്ല, അതിനെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡായിട്ട് കൊണ്ടുവരും എന്ന പ്രഖ്യാപനത്തോട് ഞാൻ യോജിക്കുകയാണ് ചെയ്യുന്നത്. നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ MSMEക്കാർക്കും MSMEയുടെ കാര്യം എപ്പോഴും നിർമ്മലാ സീതാരാമൻ പറയും, അവർക്ക് ലോൺ കൂട്ടി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഈ തകർന്നു പോയ കുറേ MSMEകളുണ്ട്. 1-2 അല്ല, ലക്ഷക്കണക്കിന് MSMEകൾ തകർന്നു പോയിട്ടുണ്ട്. അതിനെക്കുറിച്ച് കോവിഡ് കാലത്ത് പോലും BJP കൺസേൺഡ് അല്ലായിരുന്നു. വാസ്തവത്തിൽ BJPക്ക് ഒരു തിരിച്ചടിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്ന് നമ്മൾ കാണാതിരിക്കരുത്. 3ാം BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നെങ്കിലും BJP കുറഞ്ഞ ശതമാനത്തോടും കുറഞ്ഞ എണ്ണം വോട്ടിനോട് കൂടിയാണ് വന്നത്. അതിലൊരു പ്രധാന കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്, BJP അടക്കം പിന്താങ്ങുന്ന ഈ ആളുകൾ, MSME രംഗത്തൊക്കെയുള്ള ആളുകൾ, അവർ പുതിയ ലോൺ എടുക്കുന്ന കാര്യമല്ലാതെ അവർ തകർന്നു പോയവരെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഇപ്പോൾ കാർഷിക മേഖലയിലും ഇതേ പ്രശ്നമില്ലേ? കാർഷിക മേഖലയിലും ഏത് പാർട്ടിക്കാരാണെന്നുള്ളതല്ല, കാർഷിക മേഖലയിൽ തകർന്നു പോയ കൃഷിക്കാർ, അവരെക്കുറിച്ച് ഇത്തവണ പരാമർശിച്ചിട്ടേ ഇല്ല. ഫാമിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്, കോക്കനട്ട് പറഞ്ഞു, നല്ല കാര്യം. നാച്ചുറൽ ഫൈബർ പറഞ്ഞപ്പോൾ അതിൽ കയറും കൂടെ ഉൾപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ കാഷ്യൂ എന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞ് പോയി എന്നല്ലാതെ അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കുന്ന ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഞായറാഴ്ചയായിട്ടും തുറന്നു വെച്ച നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ അതിഭയങ്കര നിരാശയാണ് ഉണ്ടായിട്ടുള്ളത്. വലിയ ക്രാഷാണ് ഉണ്ടായിട്ടുള്ളത്. അത് നമ്മൾ കാണാതിരിക്കരുത്. ശരി, ശ്രീ JR പത്മകുമാർ, ഈ കാർഷിക മേഖലയ്ക്കൊക്കെ പ്രതീക്ഷിച്ചിരുന്നു, പല തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ കാർഷിക മേഖലയുടെ കാര്യമൊക്കെ എടുക്കുമ്പോഴാണ് ഒരു തണുത്ത ബഡ്ജറ്റ് എന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. ഈ ഗവൺമെൻറ് വന്ന കാലം മുതൽ ഇങ്ങോട്ട് നടപ്പിലാക്കിയ പദ്ധതികൾ നിങ്ങളിത് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇതെല്ലാം ഈ ഒരു നമ്മുടെ ഈ തൊഴിൽ ദാതാവാക്കി എങ്ങനെ തൊഴിൽ സീക്കേഴ്സിനെ മാറ്റാം, അതിനുള്ള ബാങ്ക്, അതിനുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട്, സ്കിൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിന് വേണ്ടിയിട്ട് മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഇതിനായിരുന്നു ഗവൺമെൻറ് മുൻഗണന കൊടുത്തിട്ടുള്ളത്. സ്റ്റാർട്ടപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അത് തന്നെ അതിനെ ശക്തി പകരുന്ന രീതിയിലുള്ള നിലപാടുകളാണ് ഈ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. 2, നമ്മൾ നേരത്തെ പറഞ്ഞ ടാക്സിൻ്റെ കാര്യം പറഞ്ഞു. ഏതാനും നാളുകൾക്ക് മുമ്പാണ് GST ഇതിലൊരു വലിയൊരു മാറ്റം പ്രതീക്ഷിക്കാൻ കഴിയാതെ, നമ്മുടെ ജനങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ടാക്സിൻ്റെ ഒരു കുറവ് ഈ നമ്മുടെ അഗ്രികൾച്ചർ മേഖലയും അല്ലാതെയൊക്കെ എല്ലാ കൺസ്യൂമർ മേഖലകളും എല്ലാം ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഈ നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഇൻകം ടാക്സിൻ്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു രാജ്യത്ത് ഒരു
മാറ്റം വരുത്തിയതിന് ശേഷം ടാക്സ് മേഖലയിൽ മാറ്റം വരുത്തി അതൊന്ന് പോയി അത് മുന്നോട്ട് പോയി അതിൽ ഒരു സ്റ്റേബിളായി വന്നതിന് ശേഷമാണ് അടുത്തൊരു ടാക്സ് പരിഷ്കാരം വരുത്താൻ ശ്രമിക്കേണ്ടത്. ഇങ്ങനെ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ആ മാറ്റങ്ങൾ വരുമ്പോൾ ഞങ്ങൾ പണ്ട് ഇങ്ങനെ ആയിരുന്നു, ഇനി അത് തന്നെ തുടർന്ന് പോകണം എന്നുള്ളൊരു നിലപാടെടുക്കുമ്പോഴാണ് അത് നമുക്കൊരു പ്രശ്നമായി മാറുന്നതും. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യതിചലിക്കാൻ പാടില്ല എന്ന് പറയും. പുതിയ പുതിയ മേഖലകൾ കണ്ടെത്തണം, പുതിയ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കണം, പുതിയ മേഖലകൾ പുതിയ വഴികൾ വെട്ടി തുറന്നെങ്കിൽ മാത്രമേ പുതിയ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയൂ. ഇല്ലെങ്കിൽ എന്നും പഴയ കാഴ്ചകൾ, പഴയ വഴി കൂടെ യാത്ര ചെയ്യുമ്പോൾ പഴയ കാഴ്ചകൾ തന്നെ കാണേണ്ടി വരും. ശരി, ശ്രീ CP ജോൺ, ഒരു ബഡ്ജറ്റ് വരുമ്പോൾ അത് കേട്ടിരിക്കുന്ന നമ്മളൊക്കെ നമ്മുടെ സംസ്ഥാനത്തിന് എന്തുണ്ട് എന്ന് നോക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്നിപ്പോൾ മലയാളികളൊക്കെ കേരളത്തിന് വേണ്ടി എന്തുണ്ട് എന്ന് ശ്രദ്ധയോടെ വീക്ഷിച്ചിരുന്നു. അപ്പോഴാണ് ഒരു പ്രഖ്യാപനം കേട്ടത്. കേരളമടക്കം 4 സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചുള്ള ധാതു ഇടനാഴി അത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരളവുമുണ്ട് അതിൽ. കേരളത്തിന് അതുകൊണ്ട് ലഭിക്കുന്ന ഗുണങ്ങൾ അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? ആ ധാതു ഇടനാഴി എന്നുള്ള കോൺസെപ്റ്റ് നല്ലതാണ്. മാത്രമല്ല ഇപ്പം നമ്മുടെ ഈ റെയർ എർത്ത് എന്ന് പറയുന്നതിന് വലിയൊരു ഹിസ്റ്ററിയുണ്ട്. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്താണല്ലോ ഇരിക്കുന്നത്. നമ്മുടെ തിരുവിതാംകൂർ രാജ്യം സ്വതന്ത്രമായി നിൽക്കാൻ തീരുമാനിച്ചപ്പോൾ അങ്ങനെ തീരുമാനിച്ചുകൊണ്ട് 1947 ജൂൺ മാസം 2-ാം തീയതി അന്നത്തെ മഹാരാജാവ് ബഹുമാനായിട്ടുള്ള ചിത്ര തിരുനാൾ ഒരു റേഡിയോ പ്രഭാഷണം നടത്തി. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വം അല്ലെങ്കിൽ ആ വർക്കിന് നേതൃത്വം കൊടുത്ത് സർ CP ആണല്ലോ. സർ CPയുടെയും മനസ്സിലുണ്ടായിരുന്ന സാധനമാണ് ഈ ധാതു. കാരണം ലോകത്ത് ആറ്റം ബോംബ് ഇട്ട കാലമാണ്. അപ്പം നമ്മുടെ റെയർ എർത്ത് ഉള്ള തിരുവിതാംകൂറിന് ഒറ്റയ്ക്ക് വേണമെങ്കിൽ ലോകത്ത് നിൽക്കാൻ പറ്റും. കാരണം നമ്മുടെ ഒരു റെയർ എർത്തുണ്ട്. അപ്പോൾ റെയർ എർത്തുള്ള ഒരു പ്രദേശത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ളതായിരുന്നു അന്നത്തെ കോൺസെപ്റ്റ്. പക്ഷേ അത് പിന്നെ പട്ടേലും ഗാന്ധിജി അടക്കമുള്ള എല്ലാവരും ഇടപെട്ടു. ഇന്ത്യയുടെ ഭാഗമായി അത് വേറൊരു പഴയ ചരിത്രമാണ്. അപ്പോൾ ഈ റെയർ എർത്ത് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഒരു റെയർ എർത്തുള്ള ഒരു രാജ്യത്തിന് അറ്റോമിക് പവർ ആവാൻ എളുപ്പമാണ്. നമ്മൾ ഇന്ത്യയുടെ ഭാഗമായതുകൊണ്ട് നമ്മളിപ്പോൾ ഇന്ത്യയുടെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ റെയർ എർത്ത് നമ്മുടെ ഒരു ക്രിട്ടിക്കൽ സ്ട്രെങ്താണ്, നമ്മുടെ ഒരു നിർണായകമായ ശക്തിയാണ്. ആ ശക്തി നമ്മൾ ഉപയോഗിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചാൽ തിരുവിതാംകൂർ ഗവൺമെൻറ് തന്നെ നമ്മുടെ എല്ലാവർക്കും അറിയുന്ന ടൈറ്റാനിയം തിരുവിതാംകൂർ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തുടങ്ങി, പിന്നീട് ചവറയിലെ ഇൻഡസ്ട്രീസ് തുടങ്ങി. ഇപ്പോൾ ഒരു റെയർ എർത്ത് കോറിഡോർ നമ്മൾ കുറച്ചും കൂടെ വടക്കോട്ട് ആലപ്പുഴയുടെ തീരങ്ങൾ വരെ പോവുകയും തമിഴ്നാട്ടിൻ്റെയും ഒറീസയുടെയും ഈ 3 തീരങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശത്ത് ഏറെയും കുറഞ്ഞുമായിട്ട് റെയർ എർത്ത് ഉണ്ട്. അപ്പോൾ ആ റെയർ എർത്തിനെ നല്ല ഒരു സംവിധാനമാക്കി കൊണ്ടുവരിക എന്ന കോൺസെപ്റ്റിൽ നമുക്ക് യോജിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അത് ഇന്നിപ്പോൾ വ്യവസായ മന്ത്രി രാജീവ് ഒരു ചോദ്യം ചോദിച്ചു. നമ്മുടെ റെയർ എർത്തിൻ്റെ പുറത്തുള്ള നിയന്ത്രണം കൂടുകയാണോ കുറയുകയാണോ ചെയ്യുക, നമ്മുടെ റോയൽറ്റി പോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെ സംബന്ധിച്ച് ഡീറ്റെയിൽസ് വന്നിട്ടില്ല. അപ്പം നമ്മുടെ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള, ഉദാഹരണത്തിന് വടക്കൻ കേരളത്തിലില്ലാത്തതും തെക്കൻ കേരളത്തിലുള്ളതുമാണ് റെയർ എർത്ത്. അപ്പോൾ റെയർ എർത്തിൻ്റെ ഈ നമ്മുടെ ആ ശക്തി ഇത് കൂട്ടുന്നതിനാണോ കുറയ്ക്കുന്നതിനാണോ കൊല്ലാനാണോ വളർത്താനാണോ എന്നുള്ളത് നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് വന്നാലേ കാണാൻ സാധിക്കുള്ളൂ. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഈ സംസ്ഥാന ബഡ്ജറ്റ് വന്ന സമയത്തെ KN ബാലഗോപാലിൻ്റെ അവതരണത്തിനിടയിൽ വിഴിഞ്ഞം ചവറ എർത്ത് കോറിഡോർ ഇടനാഴി അതൊരു പ്രഖ്യാപനം വന്നതല്ലേ? അതെ 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 അത് തന്നെയല്ലേ അതെ അതിൻ്റെ ഒരു നാഷണൽ വെർഷൻ മാത്രമാണ് ഉള്ളൂ. ബാലഗോപാൽ പറഞ്ഞതാണ്. അത് മാത്രം റെയർ എർത്ത് കോറിഡോർ എന്ന് പറഞ്ഞത്. അതേ മാത്രമല്ല ഇവിടെ ഈ BJPയുടെ വക്താവായിട്ടുള്ള ശ്രീധരൻ, അദ്ദേഹം സ്ഥാനാർത്ഥിയും കൂടിയായിരുന്നല്ലോ. എനിക്ക് വളരെയധികം റെസ്പെക്റ്റുള്ള ആളാണ് ശ്രീധരേട്ടൻ, മാത്രമേ ഞാൻ വിളിക്കാറുള്ളൂ. അദ്ദേഹം ഒരു ഗവൺമെൻറ്റിൻ്റെ വക്താവിനെ പോലെ അദ്ദേഹം ഒരു റെയിൽ പദ്ധതി അങ്ങ് പ്രഖ്യാപിച്ചു. അതിൻ്റെ പൈസ എവിടെ നിന്ന് വരുന്നോ അത് ആര് പറഞ്ഞിട്ടാണെന്നൊന്നും കഥയിൽ ചോദ്യമില്ല. അപ്പോൾ നമ്മുടെ കേരളമാണെങ്കിലോ, കേരളം ഒരു റെയിൽ പ്രഖ്യാപിച്ചു. അത് പണ്ട് മൺതിട്ടയിൽ കൂടെയാണ് പോയതെങ്കിൽ ഇപ്പോൾ അത് പിന്നെ തൂണിൽ കൂടെയാണ് പോകുന്നത്. രണ്ടും യാഥാർത്ഥ്യമല്ലാത്തതുകൊണ്ട് ആർക്കും പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇന്നിപ്പോൾ എന്താണ്, എല്ലാവരും പ്രതീക്ഷിച്ചു റെയിൽ കോറിഡോർ വന്നപ്പോൾ ഈ റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന RTS സിസ്റ്റം എന്നുള്ള സിസ്റ്റത്തിൽ റെയിൽ റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം RRTS എന്നുള്ളത് കേന്ദ്രം പറയും എന്ന്
BJPയുടെ വക്താക്കൾ തന്നെ ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണത്. കാരണം അദ്ദേഹം മെട്രോമാൻ ശ്രീധരട്ടൻ തന്നെ പറഞ്ഞതാണല്ലോ. കേരള ഗവൺമെൻറ്റും പറഞ്ഞു കിട്ടിയില്ല. പിന്നെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വന്നില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്നുള്ള മട്ടിലൊരു സിനിമ സ്റ്റൈലിൽ നമ്മുടെ മന്ത്രി കൂടിയായിട്ടുള്ള തൃശ്ശൂർ MP നടത്തിയ പ്രഖ്യാപനമുണ്ട്. ഇതിനൊന്നും ഞങ്ങൾ ഉത്തരവാദികളല്ല. അപ്പോൾ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ സുരേഷ് ഗോപിയോട് എന്തെങ്കിലും ചോദിച്ചാൽ അദ്ദേഹത്തിന് ദേഷ്യം പിടിക്കും. അതുകൊണ്ട് നമ്മളാരും ചോദിക്കാറില്ല. പിന്നെ ഉള്ളത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആയുർവേദത്തിൻ്റെ ഒരു ഹബ്ബ് കേരളമല്ലേ. അപ്പോൾ കേരളത്തിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ മെഡിക്കൽ സയൻസസ് തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഞാനതിനെ വളരെ സ്വാഗതം ചെയ്യുമായിരുന്നു. അവിടെയും പറയേണ്ട സ്ഥലത്ത് പറഞ്ഞില്ല. അപ്പം അത്തരം കാര്യങ്ങളുള്ളതുകൊണ്ട് പൊതുവിൽ ഇത് കേട്ട കേരളീയർ അയ്യോ കേരളത്തിനൊന്നും തന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ 16ാം ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. 16ാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ 41% വെർട്ടിക്കൽ ഡെവല്യൂഷൻ സംസ്ഥാനങ്ങൾക്ക് മാറ്റിവെച്ചു. 50 വേണമെന്ന് കേരളം മാത്രമല്ല സംസ്ഥാനങ്ങളൊക്കെ പറഞ്ഞു, കിട്ടിയില്ല. UDFും LDFും ഒരേ ശബ്ദത്തിലാണ് ധനകാര്യ കമ്മീഷനിൽ പോയത്. ഇത്തവണ UDF നേതാക്കളായിട്ടുള്ള പിന്നെ ചെയർമാൻ്റെയും കൺവീനറുടെയും കൂടെ ഞാനും സെക്രട്ടറി എന്ന നിലയ്ക്ക് പോയിരുന്നു. കൊടുത്ത മെമ്മോറാണ്ടത്തിൻ്റെ വാചകങ്ങൾക്കൊക്കെ മാറ്റമുണ്ടെങ്കിലും കണ്ടൻറ്റ് വാസ്തവത്തിൽ ഒന്ന് തന്നെയായിരുന്നു. നല്ലൊരു മെമ്മോറാണ്ടാണ് നമ്മൾ കൊടുത്തത്. പക്ഷേ ഒരു നല്ല വാർത്ത ഞാൻ കേട്ടത് ഇവിടുത്തെ ധനമന്ത്രിയുടെ സോഴ്സിൽ നിന്ന് അല്ലെങ്കിൽ ഓഫീസുമായി ബന്ധപ്പെട്ട ആളുകളോട് ഞാൻ പേഴ്സണലായിട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞാൻ ഒഫീഷ്യലായിട്ട് പറയില്ല, 1.92 എന്നുള്ളത് 2.38 അപ്പോൾ അത് 0.36 എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഇൻക്രീസ് അല്ല. അപ്പോൾ അടുത്ത സാമ്പത്തിക വർഷത്തിൽ നമുക്കൊരു 3,500 കോടി രൂപ അധികമായിട്ട് കിട്ടാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് കൊടുത്തതല്ലെങ്കിലും ഫിനാൻസ് കമ്മീഷൻ്റെ ഗ്രാൻഡ് എന്ന രീതിയിൽ നമ്മുടെ ഏറ്റവും മോശമായ 1.92 മാറി 2.38 ആകുമ്പോൾ ഏകദേശം നമ്മുടെ ജനസംഖ്യയുടെ ഇന്ത്യയിൽ നമ്മുടെ ജനസംഖ്യയുടെ ശതമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന ഒരു നല്ല കാര്യവും നിർമ്മലാ സീതാരാമൻ പറഞ്ഞിട്ടില്ല, നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. തെരഞ്ഞെടുപ്പ് വർഷമാണ്. ഏറെ പ്രഖ്യാപനങ്ങൾ കേരളത്തിനായി നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ്. എയിംസ് അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ നിരാശയാണ് ഫലം. വേഗറയിൽ ഇടനാഴിയിലും കേരളത്തെ പരിഗണിച്ചില്ല. എങ്ങനെ കാണും? ഞാൻ അതാണ് നേരത്തെ നമ്മൾ ഈ ചർച്ച തുടങ്ങിയപ്പോഴേ പറഞ്ഞത്, ഈ എല്ലാ കാര്യങ്ങളുടെയും പ്രഖ്യാപനങ്ങൾ ഈ ബഡ്ജറ്റിലാണ് എന്നുള്ളൊരു ധാരണയിൽ നമ്മുടെ ഒരു കഴിഞ്ഞ കീഴ്വഴക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ തുടരണം എന്നുള്ള നിലയിലല്ല. ഇപ്പോൾ തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി വന്ന് 4 പുതിയ ട്രെയിനുകളുടെ ഉദ്ഘാടനം ചെയ്തിട്ട്, മുമ്പൊക്കെ ആണെങ്കിൽ റെയിൽവേ ബഡ്ജറ്റിലായിരുന്നു ട്രെയിൻ 12 ട്രെയിൻ 10 ട്രെയിൻ 5 ട്രെയിൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രഖ്യാപിച്ചിട്ട് പോയത് 4 ട്രെയിൻ പ്രഖ്യാപിച്ച് കേരളത്തിൽ 4 ട്രെയിൻ അനുവദിച്ച് അതിൻ്റെ ഫ്ലാഗ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് ബഡ്ജറ്റിലല്ല പ്രഖ്യാപിക്കണം. ഇപ്പോൾ ഇത് തന്നെ എയിംസിൻ്റെ 2017 തന്നെ പറഞ്ഞതാണ്, സ്ഥലമെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള കാര്യങ്ങൾ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്തിട്ടില്ല. മാത്രമല്ല സെൻട്രൽ ഗവൺമെൻറ്റിന് എയിംസ് പ്രഖ്യാപിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല, അത് ബഡ്ജറ്റിൽ തന്നെ വേണമെന്നില്ല. ഇപ്പോൾ ഹൈസ്പീഡ് ഡ്രൈവർ പറഞ്ഞു അതിപ്പം ബഡ്ജറ്റിൽ വരാതെ തന്നെ ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ അതങ്ങനെ ചെയ്യാമെന്നാണ് എൻ്റെ ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ. ശ്രീ JR പത്മകുമാർ, എയിംസിൻ്റെ കാര്യം താങ്കൾ പറഞ്ഞു, അതിന് ഭൂമി ഏറ്റുകൊടുക്കണം. അത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല ഇതുവരെ. എവിടെ എന്തെന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല, സമ്മതിച്ചു. പക്ഷേ ഈ വേഗ റെയിൽ ഇടനാഴി എന്ന് പറയുന്നത് 7 വേഗ റെയിൽ ഇടനാഴികൾ ഇന്നിപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ പോലും കേരളം ഉൾപ്പെട്ടിട്ടില്ല. അതെ, അതിലേക്കാണ് വരുന്നത്. പക്ഷേ 2 ദിവസം മുമ്പാണ് മെട്രോമാൻ ശ്രീധരൻ വാർത്താ സമ്മേളനം നടത്തിയത്. അദ്ദേഹം പറഞ്ഞ അതിവേഗ റെയിൽ ഉറപ്പാണ് കേരളത്തിന്. അദ്ദേഹം നാളെ മുതൽ പൊന്നാനിയിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോലും തുടങ്ങുകയാണ്. ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ആരെ വിശ്വസിക്കണം? മെട്രോമാനെ പറയുമ്പോൾ അദ്ദേഹം കേന്ദ്ര സർക്കാരുമായി ആലോചിച്ച് അത്തരത്തിലായിരിക്കും അത് എന്നല്ലേ പ്രതീക്ഷിക്കുക? ഒരു BJPയുടെ വക്താവാണ്, മുതിർന്ന റെയിലുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ചോദിക്കാനും മനസ്സിലാക്കാനും അറിയുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. ആരെ വിശ്വസിക്കണം? ഞാൻ അദ്ദേഹം വിശ്വസിക്കേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു ഒഫീഷ്യലി ഒരു ജനാധിപത്യ
ഗവൺമെൻറ്റുകൾ സെൻട്രലും സ്റ്റേറ്റും ഇരിക്കുമ്പോൾ സ്റ്റേറ്റിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഔദ്യോഗികമായിട്ട് പറയേണ്ടത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. സെൻട്രലിൻ്റെ പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ട് പറയേണ്ടത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. ഇദ്ദേഹം ഈ മേഖലയിൽ ഒരു എക്സ്പെർട്ട് എന്നുള്ളതിൽ സെൻട്രൽ ഗവൺമെൻറ്റുമായി സംസാരിച്ച് എന്തെങ്കിലും അങ്ങനെ ഒരു പ്രപ്പോസൽ വന്നിട്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അദ്ദേഹമാണത് ഒന്നെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പറയണം, അല്ലെങ്കിൽ അദ്ദേഹം അതിനെക്കുറിച്ച് പറയണം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കേരളത്തിൽ ഒരു ഹൈ സ്പീഡ് റെയിൽവേ സംവിധാനം വേണം. അതിന് ഒരു എക്സ്പെർട്ട് എന്നുള്ളതിൽ ഒരുപക്ഷെ അദ്ദേഹത്തിനോട് അതിനുള്ള പ്രോജക്റ്റിൻ്റെ സംബന്ധിച്ചോ ഒരു ഔട്ട്ലൈനോ അല്ലെങ്കിൽ ഒരു പ്രപ്പോസലോ ഒരു ഡിസ്കഷനോ നടന്നിട്ടുണ്ടാവും റെയിൽവേ വകുപ്പുമായി ബന്ധപ്പെട്ട്. അദ്ദേഹമാണ് പറയേണ്ടത്. അല്ലാതെ ഒരു പാർട്ടി വക്താവ് എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ഒരു ഗസ് ചെയ്ത് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു ഇൻഡിവിജ്വൽ വ്യക്തി എന്നുള്ള നിലയിൽ അതിനെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനോ അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നതിനോ കേരള സമൂഹത്തിൽ അത്തരത്തിലൊരു ചർച്ച മുന്നോട്ട് കൊണ്ടുവരുന്നതിനോ ഇപ്പോൾ നിലവിൽ സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിച്ച പദ്ധതിയും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള അല്ലെങ്കിൽ ആരെങ്കിലും ഔദ്യോഗികമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അതിൽ ഏതാണ് നല്ലതെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുള്ളൊരു അവകാശം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനുണ്ടാവും. അപ്പോൾ അദ്ദേഹം അതിൽ ചെയ്യുന്നത് തെറ്റില്ല. പക്ഷേ കേരളത്തിൽ ഒരു ഹൈ സ്പീഡ് റെയിൽവേ സംവിധാനം വേണം. ഇപ്പോൾ നിലവിൽ സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിച്ചത് പര്യാപ്തമല്ല, അത് പ്രായോഗികമല്ല. അത് ഈ തരത്തിൽ ഇത്രയും ദൂരത്തിൽ പോകാൻ കേരളം ഇവിടെ നമ്മുടെ പറശ്ശാല മുതൽ കാസർഗോഡ് വരെ അത് പ്രായോഗികമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് വിഭാവനം ചെയ്യും അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള ആ പ്രോജക്റ്റാണ് നല്ലത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ഇനി വേണമെങ്കിലും പ്രഖ്യാപിക്കാൻ കഴിയും, സെൻട്രൽ ഗവൺമെൻറ്റിന് ആ പദ്ധതി പ്രഖ്യാപിക്കാൻ കഴിയും. പക്ഷേ നമ്മുടെ ഒരു സംവിധാനം അനുസരിച്ച് സെൻട്രലും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൂടി യോജിച്ച് നിന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അത് യാഥാർത്ഥ്യമാക്കാൻ പറ്റൂ. അല്ലാതെ നമ്മുടെ ഭരണഘടനയിൽ വളരെ വ്യക്തമായിട്ടുള്ള അതിർവരമ്പുകളുണ്ട്. സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങളും അധികാരങ്ങളും അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അവകാശങ്ങളും അധികാരങ്ങളും ഇത് രണ്ടും നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് രണ്ട് യൂണിയൻ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൂടി യോജിച്ച് നിന്നാൽ മാത്രമേ അത് യാഥാർത്ഥ്യമാകാനായിട്ട് പോകുന്നുള്ളൂ. അതിന് തക്കതായൊരു അറ്റ്മോസ്ഫിയർ, ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ഏതായാലും ഈ വിഷയത്തിൽ ശ്രീധരൻ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് ബജറ്റിൽ അതിവേഗ റെയിൽ പ്രഖ്യാപിക്കില്ലെന്ന് നേരത്തെ റെയിൽ മന്ത്രി തന്നോട് പറഞ്ഞിരുന്നതാണ്. ആദ്യം DPR തയ്യാറാക്കുക, അതാണ് വേണ്ടത്. അതിനുള്ള ഓർഡർ ഉടൻ ഇറങ്ങുമെന്നും നാളെ ഓഫീസിൻ്റെ പ്രവർത്തനം തുടങ്ങുമെന്നുമാണ് ശ്രീധരൻ പറഞ്ഞത്. അല്പസമയം മുമ്പ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് അങ്ങനെയാണ്. പക്ഷേ 2 ദിവസം മുമ്പ് അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനത്തിന് അങ്ങനെയല്ല തോന്നിയത്. ഇപ്പോൾ വ്യക്തമാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ. ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു ചർച്ചയുടെ തന്നെ ആവശ്യമില്ലായിരുന്നല്ലോ. അതുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ പല ചർച്ചയും നടത്തിയതാണ്. അല്ല, അത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെ പ്രഖ്യാപിക്കുമെന്ന് ചോദിച്ചോ പ്രഖ്യാപിക്കും. ഇപ്പോൾ അതിവേഗ പ്രഖ്യാപിക്കുന്നത് ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്ന ധനകാര്യ വകുപ്പാണ് അത് ചെയ്യുന്നത്. അതിപ്പോൾ റെയിൽവേ വകുപ്പ് മന്ത്രി അത് പറയണമെന്നില്ല. ധനകാര്യ വകുപ്പ് മന്ത്രിയാണല്ലോ ബഡ്ജറ്റ് വരുന്നത്. ഇപ്പോൾ റെയിൽവേയും അതിപ്പോൾ നമ്മളെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് റെയിൽവേക്ക് പ്രത്യേക ബഡ്ജറ്റില്ല. ഇപ്പോൾ നമ്മുടെ ജനറൽ ബഡ്ജറ്റിനകത്തുനിന്ന് അങ്ങനെ ജനറൽ ബഡ്ജറ്റിൽ കൂടിയാണ് അതുകൂടി വരുന്നത്. അപ്പോൾ അങ്ങനെ പറയാനൊരു സാഹചര്യം ഉണ്ടായി. ചിലപ്പോൾ അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് ചോദിച്ചു, ഇങ്ങനെ ഹൈ സ്പീഡ് പ്രഖ്യാപനം ഉണ്ടാവുമെന്ന് ചോദിച്ചപ്പോൾ റെയിൽവേ അങ്ങനെ ഒരു പ്രപ്പോസൽ അങ്ങോട്ട് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അതായിരിക്കും അങ്ങനെ പറഞ്ഞു, അല്ലാതെ പറയാൻ പറ്റില്ലല്ലോ. ശരി, ശ്രീ CP ജോൺ, ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി. അവസാനം ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഈ എയിംസ് കാലാകാലങ്ങളായി നമ്മൾ കേൾക്കുന്നതാണ്. എയിംസ് കേരളത്തിന് എന്ന് ഓരോ ബഡ്ജറ്റ് വരുമ്പോഴും പ്രതീക്ഷയുണ്ട്. അത് പ്രതീക്ഷിക്കുന്നുണ്ടോ ഉടൻ തന്നെ? എയിംസ് കിട്ടാത്തത് എന്തായാലും വളരെ ഒരു കഷ്ടം തന്നെയാണ്. കാരണം അത് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്തും അതിന് മുമ്പുള്ള ഗവൺമെൻറ്റിൻ്റെ കാലത്തും ആരോഗ്യ മേഖലയിൽ ഇതുപോലെ മുന്നോട്ട് പോയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഇപ്പോൾ നമ്മൾ കിടന്ന് വിഷമിക്കുകയാണ്. വാസ്തവത്തിൽ ഇപ്പോൾ നമുക്ക് ഒരു ശ്രീചിത്രയും ഒരു RCCയും ഉണ്ട്. ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ സഹപ്രവർത്തകരുണ്ടാക്കിയ MBR ക്യാൻസർ സെൻ്ററുണ്ട്. സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് എന്നുള്ള നിലയ്ക്ക് കണ്ണൂർ തുടങ്ങിയ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളല്ലാതെ കാര്യമായ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ടോ? പിന്നെ അമൃതാനന്ദമയി ദേവിയുടെ നിങ്ങളുടെ എന്താ പറയുക എല്ലാമായിട്ടുള്ള മെഡിക്കൽ സയൻസ്, അതെ, അവരാണ് ഒരു വലിയ ഒരു വർക്ക്. ഗവൺമെൻറ് ഒന്നും അല്ലല്ലോ അത്. അതിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സംഭാവന ഇല്ല, സ്വന്തമായിട്ട് ചെയ്തതല്ലേ. അല്ല, നമുക്കിപ്പോൾ കേരളത്തിലെ ആരോഗ്യവും അവരേറ്റവും വലിയൊരു സംഭാവനയാണ് അമൃത യൂണിവേഴ്സിറ്റി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ അല്ലാതെ അതിന് കോപ്പറേറ്റീവിൽ ഞങ്ങളുടെ എൻ്റെ സഹപ്രവർത്തകർ ചെയ്തത് കേന്ദ്ര ഗവൺമെൻറ് ശ്രീചിത്രയ്ക്ക് ശേഷം
ഗൗരവമായിട്ടുള്ള ഇൻ്റർവെൻഷൻ നടത്തിയില്ല. വാസ്തവത്തിൽ ഇനി എയിംസിന് പകരം തന്നെ ഒരു ശ്രീത്ര 2 തുടങ്ങണമെന്നൊരു പ്രപ്പോസൽ ഞാൻ പലരോടും പറഞ്ഞു. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യം. ആ കോമ്പൗണ്ടിലല്ല, വേറെ അവിടെ തിങ്ങി നിറഞ്ഞു ആളുകൾ. അപ്പോൾ ഒരു ശ്രീചിത്ര 2 അല്ലെങ്കിൽ ശ്രീചിത്ര 3 എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്റ്റാൻഡേർഡിൽ തുടങ്ങുന്നതിനൊക്കെ കേന്ദ്രം ചെയ്യേണ്ടതാണ്. അതിലിപ്പോൾ BJP ഗവൺമെൻറ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പോൾ BJP ആണ് കേന്ദ്രത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് കഴിഞ്ഞ 12 വർഷമായി. ചിത്രയിൽ ഇപ്പോൾ 800-900 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ഇനോഗ്രേറ്റ് ചെയ്യുന്നു. അതൊക്കെ ചെയ്തു. പക്ഷെ അതൊന്നും ആ ചിത്ര തുടങ്ങിയതൊരു വലിയ വിസ്ഫോടനമായിരുന്നു. അത് 50 വർഷമായി. ഓക്കെ. അതും ഹക്സറാണത് വന്ന് ഉദ്ഘാടനം ചെയ്തത് അച്യുതമേനോൻ്റെ കാലത്ത്. അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തുണ്ടായ ആ ഒരു പുഷ് അതിനുശേഷം ഒരു ഇതിലുണ്ട്. RCC ഉണ്ടായെങ്കിലും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത് നടത്തേണ്ട ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് യാതൊരു ബാധ്യതയില്ലാത്ത തരത്തിൽ അത് ചെയ്യുന്നതിൽ കാലാകാലമായി പരാജയപ്പെട്ടു. ഇപ്പോൾ ഈ BJP ഗവൺമെൻറ്റും 3ാം BJP ഗവൺമെൻറ്റും ഇതുവരെയായിട്ട് പരാജയപ്പെട്ടിരിക്കുകയാണ്. ശരി, ഏതായാലും ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങളൊക്കെ നമ്മൾ കേട്ടു. ഈ പ്രഖ്യാപനങ്ങൾ വലിയ അവസരങ്ങളാവുമോ എന്ന് നോക്കിക്കാണാം. അതുപോലെ അതൊക്കെ യാഥാർത്ഥ്യമാകുമോ എന്നും നമുക്ക് നോക്കിക്കാണാം. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്.